ശിശുപാലനും ദന്തവക്ത്രനും ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു, അങ്ങനെയാണ് 3 ജന്മങ്ങൾ വരുന്നത്. ഹിരണ്യാക്ഷന് വരാഹമൂർത്തി മോക്ഷം കൊടുത്തു, ഹിരണ്യകശിപുവിന് നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ മോക്ഷം കൊടുത്തു, ശിശുപാലനെയും ദന്തവക്ത്രനെയും ശ്രീകൃഷ്ണ പരമാത്മാവ് മോക്ഷം നൽകി. രാവണ കുംഭകർണന്മാരെ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭു അവര് തന്റെ അമ്പ് കൊണ്ട് അവർക്ക് മോക്ഷം നൽകി എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രകരണത്തിന് അങ്ങനെയാണ് സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഹിരണ്യാക്ഷന്റെ വധം. ആരാണോ ഹിരണ്യാക്ഷ ചരിതം നിത്യവും കേൾക്കുന്നത്, നിത്യവും ചൊല്ലണത്, നിത്യവും പാരായണം ചെയ്യണത്, അനുസ്മരിക്കുന്നത്, അവർക്ക് ഭഗവാന്റെ പാദങ്ങളിൽ മോക്ഷം ഉണ്ടാവും. ഹിരണ്യാക്ഷന് കിട്ടിയ അതേപോലെ തന്നെ മോക്ഷം ലഭിക്കും എന്നാണ് അതിന്റെ ഫലശ്രുതിയായിട്ട് വേദവ്യാസ മഹർഷി അതിന്റെ അധ്യായത്തിന്റെ അവസാനം നാരായണ ഗതിരംഗ എന്നാണ്. ഭഗവാന്റെ പാദങ്ങളിൽ അവർക്ക് തീർച്ചയായിട്ടും മോക്ഷം ഉണ്ടാവും എന്ന് മാത്രമല്ല, ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉള്ള ആളുകൾ താമസിക്കുന്ന ഭൂമിയിൽ ദോഷങ്ങൾ, ആ ഭൂമിയിൽ ബാധാദോഷങ്ങൾ, അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഭൂമി വിൽപ്പന നടത്താൻ തടസ്സങ്ങൾ, ഭൂമി വാങ്ങിക്കാനുള്ള തടസ്സങ്ങൾ ഇത്യാദി കാരണങ്ങളൊക്കെ ഉള്ള മനുഷ്യരാരെങ്കിലും വരാഹമൂർത്തിയുടെ അവതാര സമയത്ത് അദ്ദേഹത്തിന് അനുസ്മരിക്കുന്നതും വരാഹ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ വിശേഷമാണ്. അവരുടെ ഭൂമി ദോഷങ്ങളൊക്കെ തീർത്തു കൊടുക്കും. കാരണം വരാഹം എന്ന് പറഞ്ഞാൽ ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടി ഉണ്ടായ അവതാരമാണ്. അതുകൊണ്ടാണ് ഭൂമി ദോഷങ്ങൾ തീരും എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രകരണത്തിന് ഭഗവാന്റെ പാദങ്ങളെ അവിടെ സമർപ്പിച്ചത്. ഇനി നമുക്ക്